ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ അപ്പുറത്തുനിന്ന് പോയി നോക്കിയടാ. ആ ശരി. നിന്നോട് എവിടെയാണ് നീ? വാതിലോർക്കടി. മര്യാദക്ക് വാതിലോർക്കാനാ പറഞ്ഞത്. വാതിലോർക്കാൻ പറഞ്ഞത്. വാതിൽ തുറക്കാൻ എന്നോട് പറഞ്ഞു. വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? വാതിൽ തുറക്കടി. ഞങ്ങൾ ചവിട്ടി വിളിക്കണോ? വാതിൽ തുറക്കടി. തുറക്കാനല്ലേ പറഞ്ഞത്? നിന്നോട് പറഞ്ഞ എനിക്ക് ചവിട്ടി പൊളിക്കാം. വാതിൽ തുറക്കടി. ചവിട്ടി പൊളിക്കണോ? വാതിൽ തുറക്കടി. ചവിട്ടി പൊളിച്ചാൽ കയറും. കാര്യം പറഞ്ഞേക്കാം. നിന്നെ രക്ഷിക്കാനൊന്നും ആരും പറഞ്ഞത് മനസ്സിലായി. ഉറക്കടി മര്യാദക്ക് വാതിൽ. രക്ഷിക്കാൻ ഒരുത്തരും വരത്തില്ലടി. നിന്റെ എനിക്ക് ജീവനോട് വേണമെങ്കിൽ മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറക്കടി. വാതിൽ തുറക്കടി. വാതിൽ തുറക്കാൻ പറഞ്ഞത് കേട്ടോ. മര്യാദക്ക് വാതിൽ തുറന്നു. ചവിട്ടി പൊളിക്കടാ. തുറക്കടി. നീ തുറക്കുന്നോ ഞങ്ങൾ ചവിട്ടി പൊളിക്കണോ? ഇവളിത് തുറക്കുന്നു. ചവിട്ടി പൊളിക്കണം. വാതിൽ തുറക്കടി. വാതിൽ തുറക്കുന്ന ലക്ഷണമൊന്നുമില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദക്ക് വാതിൽ തുറന്നോ. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ കുഞ്ഞിനെ വലിച്ചു തുറക്കടി. വാതിൽ മനസ്സമാനത്തോടെ ഞങ്ങൾ കിടക്കടി. നിന്റെ കെട്ടിയെ കൊന്നിട്ട് നീ സമാധാനത്തോടെ ഉറങ്ങാന്ന് കരുതി. മര്യാദക്ക് വാതിൽ തുറക്കാൻ. ഞങ്ങൾ ചവിട്ടി പൊളിച്ച് കഴിയാലേ നീയും കാണില്ല കുഞ്ഞും കാണില്ല. മര്യാദക്ക് തുറക്കാനാ പറയുന്നത്. മര്യാദക്ക് തുറക്കാനാ നിന്നോട് പറഞ്ഞു. തുറക്കടി വാതില്. തുറക്കടി. ചവിട്ടി പൊളിക്കടാ. നീ എവിടെയാണ്? ഞങ്ങളെ കളിപ്പിക്കാതെ വിചാരിക്കണ്ട. എവിടെയാണ് നീ? നീ എയർപോർട്ട് വിളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. എവിടെ വിളിച്ചിരിക്കാടി? രഘുവേട്ട എന്താ എന്താ രഘുവേട്ട? ഒന്നുമില്ല. എന്താ? അല്ല എന്താന്നല്ലേ ഞാൻ ചോദിക്കുന്നേ. അല്ല ആരാ ഈ ആമി? ആമിയോ? അതെ. രഘുവേട്ടൻ എന്ത് സ്വപ്ന കണ്ടത്? ആമിന്ന് വിളിക്കുന്നതാണല്ലോ ഞാൻ കേട്ടത്. അത് ആമിന്നായിരിക്കില്ല, അമ്മേന്നായിരിക്കും. അമ്മയോ? ഞാൻ എൻ്റെ കുട്ടിക്കാല സ്വപ്നം കണ്ടതാ. എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അമ്പിളി. അത് വീണ്ടും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ കേട്ടത് ആമീന്ന. അല്ല ഇപ്പൊ എന്താ അമ്മയെ സ്വപ്നം കാണാൻ? രഘുവേട്ടൻ കിടക്കാൻ നേരത്തെ അമ്മയെ ഓർത്തോ? നമ്മൾ തീരെ ഓർക്കാതിരിക്കുമ്പോ അമ്മയുടെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആവുമ്പളി. നല്ല തലവേദന. ഞാൻ കുറച്ചേരൊന്ന് പുറത്തു വെക്കട്ടെ. രഘുവേട്ടൻ അവിടെ കിടന്നേ. പാതിരാത്രിക്കല്ലേ പുറത്തു പോയിരിക്കുന്നേ. തലവേദന ഉണ്ടെങ്കിലേ ഞാൻ ബാം പുരട്ടി തരാം. ദേ ഇരിക്കുന്നു, അതിങ്ങെടുത്തേ. രഘുവേട്ടൻ കിടന്നു. ഞാൻ അറിയാത്ത എന്തോ കാര്യം രഘുവേട്ടനെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് പറയാതെ രഘുവേട്ടന്റെ ഈ തലവേദന മാറില്ല. നീ എന്തൊക്കെ അമ്പിളി പറയുന്നത്? ഞാൻ നിന്റെ അടുത്ത് എന്ത് മറച്ചു വെക്കാനാ? പിന്നെന്താ രഘുവേട്ടന്റെ പ്രശ്നം? ആദില് ജയിലിലായതോടുകൂടിയാ രഘുവേട്ടന്റെ ഈ മാറ്റം. അവന്റെ സ്വർണ്ണം എടുത്തതില് രഘുവേട്ടനിപ്പോ നല്ല കുറ്റബോധമുണ്ട്.
സ്വർണ്ണം എടുത്തതിലല്ല അമ്പിളി. അവനാവശ്യപ്പെട്ട പണം കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട്. അത് ഞാൻ അന്ന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ അവനൊരാളെ കൊന്ന് ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു. അതിനീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് രഘുവേട്ടാ. നമ്മളിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ ആദിലിന്റെ യോഗം ഇതായിരിക്കും. അമ്മാവൻ അവനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ആദ്യം അമ്മാവനെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കരുതിയ. അവൻ അമ്മാവനോട് പറഞ്ഞൊക്കെ സത്യമാണെന്ന് നമുക്കല്ലേ അമ്പിളി അറിയൂ. എന്നുവെച്ച് രഘുവേട്ടനിനി അത് തന്നെ ആലോചിച്ച് ജന്മം കളയാനാണ് ഉദ്ദേശം. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളം ആകൂ രഘുവേട്ട. രഘുവേട്ടൻ ഉറങ്ങാൻ നോക്ക്. നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാനു കുളിച്ച് റെഡിയാവുന്നേ? സമയം എത്രയായി? ഞാൻ നിന്നെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ നിൽക്കുമായിരുന്നു. അയ്യോ, അമ്മ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നല്ലോ. ഇനിയിപ്പോ കുറച്ച് സമയം എടുക്കും.